ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ആദ്യം വേർഡ്സ് പറഞ്ഞുതരാം. ചേംബർ ഓഫ് കൊമേഴ്സ് എളുപ്പം എഴുതുക. ചേ ഇമ്പ് ഡബിൾഡ് കെ സർപ്ലസ്. അപ്രീഷിയേറ്റഡ് പെർ അപ്വേർഡിഷ് ടീ ഹൗഡ്. സ്റ്റിമുലേറ്റിംഗ് സ്റ്റീലൂപ്പ് എം എൽ ഹൗഡ് ഇങ്. ഫ്രീക്വൻ്റ്ലി ഫർ കെ ഹൗഡ് എൻഹുക്ക് അപ്വേർഡ്. അവിടെ മീഡിയൽ സെമി സർക്കിളാണ് എഴുതേണ്ടത്. അതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. മീഡിയൽ സെമി സർക്കിളാണ് ക്വാ. ഇവിടെ ഫ്രീക്വൻ്റ്ലി കണ്ട. ഫർ കെ ഹൗഡ് എൻഹുക്ക എല്ല്, എന്നിട്ട് അബ്രീവേറ്റഡ് മറ്റേ മീഡിയൽ സെമി സർക്കിൾ ഫ്രീക്വൻ്റ്ലി. നോക്കിക്കേ, ഇവിടെ ഡെസയറബിൾ ഡി സർക്ലസ് റേ ബെള്ള്. ഡെസയറാണ് ഡി സർക്ലസ് ഡൗൺവേർഡ് ആറാണ് എഴുതേണ്ടത്. ഡെസയറബിള് ഡി സർക്ലസ് റേ എഴുതണം, റേ ബെള്ള്. ഇൻവോൾവ്മെൻറ്റ് NVLV M ഹൗഡൻ ഹോക്ക്, ഫുൾ ഔട്ട്ലൈനാണ്. ഇൻവോൾവ്മെൻറ്റ്. ഫാർമർ എഫ് റേ മെർ. അതേസമയം ഫോർമർ ആണെങ്കിൽ ഫെർ മെർ. ഉണ്ടോ വ്യത്യാസം? ഫോർമർ ഫെർ മെർ എഴുതും, ഫാർമറിന് എഫ് റേ മെർ, ഫാർമർ. ഇൻസെൻറ്റീവ്സ് N സർക്ലസ് NTV ഹുക്ക്, ഇൻസെൻറ്റീവ്. കൺസംഷൻ കണ്ടോട്ട് സർക്ലസ് M ഷൻ ഹുക്ക്, കൺസംഷൻ. കമാൻഡബിൾ കമൻഡ് എൻഹൗഡ് ബെള്ള് കണ്ടോട്ട് എൻഹൗഡ് ബെള്ള്. അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ MNT സർക്ലസ്, ഫുൾ ഔട്ട്ലൈൻ. എക്യുപ്മെൻറ്റ് ക്വാ പി എം ഹൗഡൻ ഹുക്ക്, എക്യുപ്മെൻറ്റ്. പ്രിഡോമിനൻ്റ്ലി പെർ ഹൗഡ് MN ഹൗഡ് ഡൗൺവേർഡ്, പ്രിഡോമിനൻ്റ്ലി. ഡെസിമിനേറ്റ് ഡി സർക്ലസ് MNT, ഡെസിമിനേറ്റ്. എക്സിബിഷൻ കെ സർക്ലസ് B ഷൻ ഹുക്ക്, എക്സിബിഷൻ. ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഡെവലപ്മെൻറ്റാണ് ഡിയും ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടും ഒന്നാണ്, ഡി ഇൻ്റർസെക്റ്റ് ചെയ്ത ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. നോക്കി, ഇൻഡസ്ട്രീസ് ND സർക്ലസ് വരയ്ക്ക് താഴെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യണം? ഡി ഇൻ്റർസെക്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നു. നോക്കിക്കേ, എക്സിസ്റ്റൻസ് കെ സർക്കിൾ T N സൈഡ് സർക്ലസ്, എക്സിസ്റ്റൻസ്. എന്താ? ജെന്യൂൻ JNN. ഫോർഗെറ്റിംഗ് ഫെർ ഗെ T ഡോട്ടിങ്. ഇൻകൾക്കേറ്റ് ഇൻകൾക്കേറ്റ്. അഡ്മിറബിളി DM റേ ബെൾ. ബെള്ളിന് ഈ വവ്വൽ കൊടുക്കണം, അല്ലെങ്കിൽ അഡ്മിറബിൾ എന്നേ വായിക്കുള്ളൂ. വവ്വൽ കൊടുത്താൽ അഡ്മിറബിളി എന്ന് വയ്ക്കും. അങ്ങനെ ഒത്തിരി ഈ ലീ വരുമ്പോൾ വവ്വൽ കൊടുത്തേക്കണം, അല്ലെങ്കിൽ അത് വായിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പോസിബിളി P സർക്ലസ് ബെള്ള്, എന്നിട്ട് ഇങ്ങനെ പോസിബിളി ഈ വരുമ്പോൾ ഈ വവ്വൽ കൊടുത്താൽ, അല്ലെങ്കിൽ പോസിബിൾ എന്നേ വായിക്കുള്ളൂ. അതൊരു മിസ്റ്റേക്കായിട്ട് വരത്തില്ല, അതുകൊണ്ട് വവ്വൽ കൊടുത്തേക്കണം. പ്രൊമോട്ടിംഗ് പെർ എം ഹൗഡ് ഡോട്ടിങ്, പ്രൊമോട്ടിംഗ്. ഓക്കെ, അടുത്തത് ഇറ്റ് ഗീവ്സ് മീ ഗ്രേറ്റ് പ്ലഷർ. ഇറ്റ് ഗീവ്സ് മീ ഗ്രേറ്റ് പ്ലഷർ. കണ്ടോ, ഒന്നിച്ചെഴുതിയിരിക്കുന്നു. ഇൻസെൻറ്റീവ്സ് N സർക്ലസ് NTV, അത് പറഞ്ഞാണല്ലേ. ഇവിടെ നോക്കിയേ, വിറ്റ്നസ്സസ് വേ ഹൗഡ് NS സർക്കിൾ, വിറ്റ്നസ്സസ്. ആക്സിലറേറ്റഡ് കെ സർക്ലസ് L റേ T ഹൗഡ്, ആക്സിലറേറ്റഡ്. ഇംപ്രസ്ഡ് M പെർ സ്റ്റീലൂപ്പ്, ഇംപ്രസ്ഡ്. ഇൻ്റഗ്രേറ്റഡ് N ഹൗഡ് ഗർ T ഹൗഡ്, ഇൻ്റഗ്രേറ്റഡ്. റെക്കമെൻഡേഷൻ റേ ഡിസ്ജോയിൻ്റ് ND ഷൻ ഹുക്ക്, മീഡിയൽ കൺ വരുമ്പോൾ ഡിസ്ജോയിൻ്റ് ചെയ്ത് എഴുതിയിരിക്കും, മീഡിയൽ കൺ. നോക്കിയാൽ ബോർഡേഴ്സ് B ഡൗൺവേർഡ് ആർ സർക്ലസ്, ഡൗൺവേർഡ് ആർ ഡബിൾഡ് സർക്ലസ് B ഡൗൺവേർഡ് ആർ
ഡബിൾഡ് സർക്ലസ് ബോർഡേഴ്സ്. കൺസർട്ടഡ് കണ്ടോട്ട് സർക്ലസ് റേ ടി ഹൗഡ് കൺസർട്ടഡ്. അടുത്ത എന്തുവാ? അപ്രോച്ചിങ് പെറിച്ച് ഡോട്ടിങ് അപ്രോച്ചിങ്. അടുത്തത് ഫോർമാലിറ്റീസ് അലിറ്റിക്ക് വേണ്ടി എമ്മിന് ഡിസ്ജോയിൻ്റ് എഫ്, ഡൗൺവേർഡ് ആർ ഡിസ്ജോയിൻ്റ് എം. അടുത്തത് അസിസ്റ്റ് വരയ്ക്ക് താഴെ എഴുതണം, അല്ല ബൗദ്ധിലേൻ എഴുതണം. അസിസ്റ്റ് സ്ട്രോക്കസ് സ്റ്റീലൂപ്പ് അസിസ്റ്റ് അസിസ്റ്റ്. റിഡ്രസൽ റേ ഡർ സർക്ലസ് എൽ ഓൺ ദി അറ്റ് ദി സെയിം ടൈം അറ്റ് ടിക്ക് ദി സർക്ലസ് എം ഹാവ് അറ്റ് സം ടൈം ആണെങ്കിൽ ടി സർക്ലസ് എം ഹാവ് എം. ഇത് അറ്റ് സംസ് അറ്റ് സം ടൈം. ഇത് അറ്റ് ദി സെയിം ടൈം. റെഗുലർലി റെഗുലർ എഴുതുന്ന രേഖയാണ്, അതിൻ്റെ കൂടി ലീ എഴുതിയിരിക്കുന്നു. സഫിക്സ് ചെയ്ത് വരുന്നതിനെ ആഡ് ചെയ്യാമെന്ന് കോൺട്രാക്ഷനിൽ പഠിച്ചതാണ് ഉണ്ടോ. റെഗുലർലി എല്ല് ആഡ് ചെയ്താൽ മതി. വോളണ്ടറി വി എൽ ഹൗഡ് എൻ ഹുക്ക് റേ വോളണ്ടറി. ഡിസ്ക്ലോഷർ ഡി സർക്ലസ് കെള്ള് സർക്ലസ് ഷർ ഡിസ്ക്ലോഷർ. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് എഴുതുമ്പോൾ ഡി സർക്ലസ് ടെർ ബി ടി ഹൗഡൊക്കെ എഴുതണം. അത് വേണ്ട, എളുപ്പം എഴുതാൻ വേണ്ടി ഡി സ്റ്റെർ ലൂപ്പ് ബി ടി ഹൗഡ് എഴുതിയാൽ മതി. ഇത് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ. ഇതൊരു അഡ്വാൻസ്ഡ് ഔട്ട്ലൈനാണ് കേട്ടോ, സ്പീഡ് എഴുതുമ്പോൾ എഴുതാൻ വേണ്ടിയുള്ളത്. ഡിസ്ട്രിബ്യൂഷനും ഡിസ്ട്രിബ്യൂട്ടഡും. പ്രൊപ്പഗേഷൻ പെർപിഗേഷൻ ഹുക്ക് കോർഡിയൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും എഴുതിക്കോ. കെ റേ ഹൗഡ് ഡൗൺവേർഡ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ സർക്ലസ് ടി ഷൺഹുക്ക് സർക്ലസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഡിസിപ്ലിൻ ഡി സർക്ലസ് പള്ള് എൻ ഹുക്ക് ഉണ്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമേ സ്പീഡ് എഴുതാവുള്ളൂ. കാരണം പിന്നെ ഇല്ലെങ്കിൽ സ്പീഡ് എഴുതുമ്പോൾ നമുക്ക് വേർഡ്സ് കിട്ടാതെ വരും. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോൺട്രാക്ഷനും ഗ്രാമലോഗും അഡ്വാൻസ്ഡ് ഫ്രേസിയോഗ്രാഫിയൊക്കെ നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ സ്പീഡ് ഡെവലപ്പ് ചെയ്ത് വരത്തുള്ളൂ. പിന്നെ ടഫായിട്ടുള്ള വേർഡ്സ് വേണമെങ്കിൽ ആ സ്പെഷ്യൽ ലിസ്റ്റ് ഓഫ് വേർഡ്സ് കൂടി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ സഫിക്സ് പ്രിഫിക്സ് ചിലർക്ക് സർപ്ലസ് ഒക്കെ എഴുതാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ എക്സർസൈസൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ സ്പീഡ് നന്നായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. നമുക്കിപ്പോൾ 80 വേർഡിൽ തന്നെ തുടർന്നു പോയാൽ പറ്റത്തില്ല. കാര്യം ഒരു 90 പ്രാക്ടീസ് ചെയ്താലേ 80 വേർഡ് ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പഠിക്കണം. ഞാൻ 90-ലേക്കൊക്കെ അടുത്ത മാസം പോകും കേട്ടോ. ഓക്കെ, ഞാൻ സ്പീഡ് വായിച്ചു തരാം. സ്പീഡ് എഴുതാൻ റെഡി ആയിക്കോളൂ. റെഡി. ഫ്രണ്ട്സ്, I have great pleasure in visiting your Chamber of Commerce and Industry and meeting you all this morning. I have heard very good reports of your activities. Though your Chamber of Commerce and Industry came into existence only 3 years ago, it has demonstrated its utility both to the business community and to the public to a great extent. There appears to have been genuine need for an organization of this kind, and the need has been admirably filled. Good by the way your chamber has been promoting good relations not only within the business community but also between the business community on the one hand and the government and public on the other. It gives me great pleasure to see that as a result of your various public activities, this backward area is witnessing
accelerated development. I understand that your jurisdiction extends over parts of 3 districts. The rationale appears to be that the taluks which come under your jurisdiction appear, in your view, to need to be integrated into a separate district in the light of the recommendations of the one-man committee. Though the formation of such a district is a remote possibility, it is welcome that the business community in these taluks is joining hands across district borders and taking concerted action for the promotion of trade and commerce in this backward region. I am much impressed with the work that you have been doing to advance the industrialization of this predominantly agricultural area. You have organized an industrial seminar and helped to disseminate a wider knowledge of the various incentives offered by government for setting up new industries. You have also arranged another seminar cum exhibition where, in addition to talks by officers of the industries department, an exhibition of articles manufactured by small-scale units already existing in the area has been organized. I learn that you are approaching the government departments concerned to help formalities new industrialists to get through the various formalities before they can set up industries. It is very creditable that you are rendering these valuable services in the direction of the industrial development of a backward area like this. If I may make a suggestion, I would like very much appreciate if you could evince interest in stimulating agricultural production in this area. Several taluks of this area are arid and frequently drought stricken. It would be desirable to promote. അടുത്ത സ്പീഡ് റെഡിയാണല്ലോ. Ready? It would, however, be helpful if organizations like yours could also assist in stimulating a greater measure of people's involvement and participation in the programs being implemented by government agencies. Further, by offering reasonable prices whenever your members buy their produce, you could play a very active role in giving the farmers in this area necessary incentives for increasing production as well as providing adequately for their basic consumption needs. It is also commendable that you have been taking
keen interest in the promotion of various public amenities. I understand that it was partly due to your efforts that the General Hospital has been able to secure sanction from government for the equipment needed. Your services to the business fraternity have also been commendable. You are taking up their cause whenever they are subjected to undue hardship and getting their grievances redressed. At the same time as you are helping the business fraternity in its difficulties, you are also inspiring in it a sense of responsibility to pay taxes due from them regularly. You have arranged talks by officers of the income tax department on income tax law and particularly on the voluntary disclosure of income schemes. Similarly, you have arranged talks by officers of the state commercial taxes department and distributed literature about the professional tax and promoted a clear awareness of the duties and responsibilities cast on the business community by the various laws and prevailed on them to pay their dues to government properly. You appear to be propagating proper norms of business so as not only to stimulate great commercial activity in this area but also to ensure that the business community recognizes the responsibility that it has towards the public with regard to the supply of goods and services of proper quality and reasonable prices. I should think that an organization of this kind plays a very useful role in producing not only peace and stability but also in stimulating progress and development. I am particularly happy about the very cordial relations that you are maintaining with the various departments of government and the local self-government institutions in this area as well as with the public. I would urge that you might continue to maintain the same kind of discipline among the business community and that you will continue taking the same keen interest in advancing of the cause of industrialization in the backward area.